മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവുമെന്നാണ് കരുതുന്നത്. റഷ്യൻ വിപ്ലവം തുടങ്ങി വെച്ചു അല്ലേ. അപ്പോൾ അതിൽ എന്താണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി, എന്താണ് രക്തരൂഷിതമായ ഞായറാഴ്ച, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് രണ്ട് ടോപ്പിക്ക്, അതായത് റഷ്യൻ വിപ്ലവം ഇന്ന് ഫുള്ളാക്കി നമ്മൾ എന്ത് ചെയ്യും, പറയുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും എന്താണ് ഫെബ്രുവരി വിപ്ലവം, എന്താണ് ഒക്ടോബർ വിപ്ലവം എന്നീ രണ്ട് ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടുന്നത് രണ്ട് ടേമുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് എന്താണ് ദ്യൂമ, രണ്ടാമതായിട്ട് എന്താണ് സോവിയറ്റ്. ഓക്കെ അല്ലേ. ദ്യൂമ എന്ന് പറഞ്ഞാൽ എന്താണ്, സോവിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആവശ്യമുള്ള കാര്യമാണ്. ഓക്കെ. അപ്പോൾ ദ്യൂമ എന്ന് പറഞ്ഞാൽ എന്താണ്, നിയമനിർമ്മാണ സഭയാണെന്തെന്ന്, നിർമ്മാണ സഭേനെ നമുക്ക് എന്ത് പറയാം, ദ്യൂമ എന്ന് പറയാം. സോവിയറ്റ് എന്ന് പറഞ്ഞാൽ തൊഴിലാളി സംഘങ്ങളാണ്. ഓക്കെ അല്ലേ. തൊഴിലാളി സംഘങ്ങളെ നമുക്ക് എന്ത് പറയാം, സംഘങ്ങളാണ് സോവിയറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ട് ടേമും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താണ് ദ്യൂമ, സോവിയറ്റ് എന്നൊക്കെ എന്ത് ചെയ്യും, ആവർത്തിച്ച് പറയും. ആ സമയത്ത് കൺഫ്യൂഷൻ ആവാൻ വേണ്ടി പാടില്ല. ഓക്കെ അല്ലേ. ദ്യൂമ നിയമനിർമ്മാണ സഭയാണ്, സോവിയറ്റ് തൊഴിലാളി സംഘങ്ങളാണ്. ഇനി ടോപ്പിക്കിലേക്ക് വാ. വർഷം 1914. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷമാണേത്, 1914. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് എന്ത് പഠിക്കും, ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധമൊക്കെ പഠിക്കും. ഓക്കെ. അപ്പോൾ ഇപ്പം ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കി വെക്കുക. 1914 എന്ത് തുടങ്ങി, ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ. 1914 മുതൽ 18 വരെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം. ഇനി 1914 റഷ്യയുടെ ചക്രവർത്തിയായിട്ടുള്ള നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്ന സാർ ചക്രവർത്തി, ആരാണ്, നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്ന സാർ ചക്രവർത്തി ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ഓക്കെ. 1914 ആരംഭിച്ചിട്ടുള്ള ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിക്കോളാസ് രണ്ടാമൻ പങ്കാളി ആകാൻ വേണ്ടി പോവുകയാണ്. ആരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട്, റഷ്യയിലെ നിയമനിർമ്മാണ സഭയെ അല്ലെങ്കിൽ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു അല്ലേ. ഒരു യുദ്ധമാകുമ്പോൾ ഒരുപാട് ആൾക്കാർ മരിച്ചു പോവും, പ്രത്യേകിച്ച് സൈനികന്മാരെന്ത് ചെയ്യും, മരിച്ചു പോവും, പട്ടിണി ഉണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്നു അല്ലേ. അതിൽ അനേകം സൈനികർ മരിച്ചു പോകുന്നു അല്ലേ. 1914 തുടങ്ങി 1915 16 17 ഒക്കെ ആകുമ്പോഴത്തേക്ക് സ്ഥിതി വളരെ മോശമാവാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ 1917 ആകുമ്പോഴേക്കും റഷ്യയിൽ എന്ത് രൂക്ഷമായി എന്നാണ് പറയുന്നത്, ഭക്ഷ്യ ദൗർലഭ്യവും കാര്യങ്ങളൊക്കെ രൂക്ഷമാവാൻ വേണ്ടി തുടങ്ങി. ഇതിൻ്റെ ഭാഗമായിട്ട് 1917 മാർച്ച് 8 തീയതി, എപ്പോഴാണ്, മാർച്ച് 8 തീയതി ആയിരക്കണക്കിന് സ്ത്രീകൾ, ആരാണ്, ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു അല്ലേ, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, പെട്രോഗ്രാഡിലേക്ക് പ്രകടനം നടത്തി. എങ്ങോട്ടേക്ക്, പെട്രോഗ്രാഡിലേക്ക് പ്രകടനം നടത്തി. ഈ പെട്രോഗ്രാഡ് എന്നുള്ള പേര് നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയും കേട്ടിട്ടുണ്ടാവും. എവിടെയാണ് കേട്ടിട്ടുള്ളത്, അതായത് രക്തരൂഷിതമായ ഞായറാഴ്ച പഠിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞ കാര്യമാണ് അല്ലേ. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് പെട്രോഗ്രാഡിലേക്ക് ജനങ്ങൾ മാർച്ച് നടത്തി. ആ മാർച്ചിന് നേരെ സൈന്യം വെടിവെച്ചു. അതിൻ്റെ ഭാഗമായിട്ട് 100 കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേ പെട്രോഗ്രാഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും ജനങ്ങൾ പോകുന്നത് അല്ലേ. ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം അല്ലെങ്കിൽ റൊട്ടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പെട്രോഗ്രാഡിലേക്ക് യാത്രയാവുന്നു. എന്താണ് പെട്രോഗ്രാഡിലുള്ളത്, അവിടെയാണ് നിക്കോളാസ് രണ്ടാമൻ്റെ അല്ലെങ്കിൽ സാർ ചക്രവർത്തിയുടെ കൊട്ടാരമുള്ളത്. ഈ കൊട്ടാരത്തിലേക്കാണ് ജനങ്ങൾ എന്ത് പറയുന്നത്, റൊട്ടി വേണം, ഭക്ഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് നടത്തുന്നത് അല്ലേ. പെട്രോഗ്രാഡിലേക്ക് മാർച്ച് നടത്തുമ്പോൾ അവിടെ സൈന്യമില്ലേ, കൊട്ടാരത്തിന് ചുറ്റും കാവലായിട്ട് എന്തുണ്ടാവും, സൈന്യമുണ്ടാവും. ഓർമ്മയുണ്ടല്ലോ, രക്തരൂഷിതമായ ഞായറാഴ്ച വീണ്ടും ഒരു വെടിവെപ്പ് ഉണ്ടാവാം അല്ലേ. ആയിരക്കണക്കിന് ആൾക്കാർ എന്ത് ചെയ്യാം, വീണ്ടും മരിക്കാം. അപ്പോൾ സ്ത്രീകൾ റൊട്ടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പെട്രോഗ്രാഡിലേക്ക് യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താന്ന് പോകുന്നു.
സൈന്യം എന്ത് ചെയ്യും? ഇവരെ തടഞ്ഞു നിർത്തി. ഓക്കെ അല്ലേ? തടഞ്ഞ് നിർത്തി. പക്ഷേ പിന്നീട് സൈന്യവും എന്ത് ചെയ്യുന്നു? ഇവരുടെ കൂട്ടത്തിലങ്ങ് ചേരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? അതിന് ഒരു കാരണമുണ്ട്. എന്താണെന്ന്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങളാണ് പ്രധാനമായിട്ടും സൈനികരെ ഈ ഒരു രീതിയിൽ മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ സ്ത്രീകളായി, അതേപോലെ തന്നെ സൈന്യവുമായി, അല്ലേ? സൈന്യവുമായി നേരെ എങ്ങോട്ടേക്ക് പോവുകയെന്ന്? പെട്രോഗ്രാഡിലേക്ക് പോവുകയെന്ന്. അങ്ങനെ പെട്രോഗ്രാഡ് എന്ന് പറയുന്ന പട്ടണം ആര് പിടിച്ചെടുക്കുന്നു? തൊഴിലാളികളും സൈന്യവും ഒക്കെ ചേർന്നിട്ട് പിടിച്ചെടുക്കുന്നു, അല്ലേ? ഇതറിഞ്ഞ നിക്കോളാസ് രണ്ടാമൻ എന്ത് പറയുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞിട്ട് പോകുന്നു. ഓക്കെ അല്ലേ? ഇത്ര പോരെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്, അല്ലേ? ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്നു നിക്കോളാസ് രണ്ടാമൻ. ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് 1917 ഭക്ഷ്യദൗർലഭ്യം രൂക്ഷമാവുന്നു. 1917 മാർച്ച് 8 സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെട്രോഗ്രാഡിലേക്ക് യാത്ര പോകുന്നു. സൈന്യം അതിനെ ആദ്യം നേരിടുന്നു. പിന്നീട് സൈന്യം എന്ത് ചെയ്യുന്നു? ഇവരുടെ കൂട്ടത്തിൽ ചേരുന്നു, അല്ലേ? ഇതിൻ്റെ ഭാഗമായിട്ട് പെട്രോഗ്രാഡ് പട്ടണം ജനങ്ങൾ പിടിച്ചെടുക്കുന്നു. നിക്കോളാസ് രണ്ടാമൻ രാജ്യം വിട്ടിട്ട് പോകുന്നു, അല്ലെങ്കിൽ എന്താണ്? നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുന്നു. ഇത്ര പോരെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. ഇനി നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് റഷ്യക്ക് ഒരു തലവൻ ഉണ്ടാവുമോ? ഒരു തലവൻ ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വേണം? റഷ്യനെ കൺട്രോൾ ചെയ്യാൻ ഒരാൾ വേണം. ഈ സമയത്താണ് മക്കളെ അലക്സാണ്ടർ കെരൻസ്കി. ഈ പേര് നിങ്ങൾ എവിടെയോ കേട്ടിട്ടില്ലേ? അലക്സാണ്ടർ കെരൻസ്കി എന്നുള്ള പേര് എവിടെയോ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എവിടെയാണ് കേട്ടിട്ടുള്ളത്? ഓർമ്മയില്ലേ? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് പിരിയുന്നുണ്ട്. ബോൾഷേവിക്ക് എന്നും മെൻഷേവിക്ക് എന്നും. ബോൾഷേവിക്കിന് 2 നേതാക്കന്മാർ, ലെനിൻ, ട്രോട്സ്കി. മെൻഷേവിക്കിൻ്റെ നേതാവാര്? അലക്സാണ്ടർ കെരൻസ്കി. ഓർമ്മയുണ്ടല്ലോ? യെസ്. ഈ അലക്സാണ്ടർ കെരൻസ്കി എന്ത് ചെയ്യുന്നു? റഷ്യയിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് സ്ഥാപിക്കുന്നു. ഒരു താൽക്കാലിക ഗവൺമെൻറ് സ്ഥാപിക്കുന്നു. ഓക്കെ അല്ലേ? ഇതാണ് മക്കളെ ചരിത്രത്തിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഫെബ്രുവരി വിപ്ലവം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. സംഭവമൊക്കെ നടക്കുന്നത് ഏത് വർഷമാണ്? 1917 അല്ലേ? മാർച്ച് 8 നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ മാർച്ച് മാസത്തിലാണ് വിപ്ലവം നടക്കുന്നത്. പക്ഷേ ഈ വിപ്ലവം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്തുകൊണ്ടായിരിക്കും മാർച്ചിൽ നടന്നിട്ടുള്ള ഈ ഒരു വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടാവുക? അതിനൊരു കാരണമുണ്ട്. മറ്റൊന്നുമല്ല, അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ 1 മാസം പുറകിലാണ് റഷ്യൻ കലണ്ടർ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. അതായത് അന്താരാഷ്ട്ര കലണ്ടറിൽ ഇപ്പം ജനുവരി ആണെങ്കിൽ റഷ്യക്ക് അതെന്തായിരിക്കും? ഡിസംബർ ആയിരിക്കും. ഓക്കെ അല്ലേ? ഫെബ്രുവരി ആണെങ്കിൽ അവർക്ക് എന്തായിരിക്കും? ജനുവരി ആയിരിക്കും. ഓക്കെ അല്ലേ? അന്താരാഷ്ട്ര കലണ്ടറിൽ മാർച്ച് ആണെങ്കിൽ അവർക്ക് എന്തായിരിക്കും? ഫെബ്രുവരി ആയിരിക്കും. മനസ്സിലായോ? അതായത് 1 മാസം പുറകിലാണ് എന്തുള്ളത്? അവരുടെ കലണ്ടർ ഉള്ളത്. അന്താരാഷ്ട്ര കലണ്ടറിനേക്കാളും 1 മാസം പുറകിലായത് കൊണ്ടാണ് മാർച്ചിൽ നടന്നിട്ടുള്ള ഈ ഒരു വിപ്ലവം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടി ജസ്റ്റ് വെറുതെ ഒന്ന് പറയുകയാണെങ്കിൽ, നിക്കോളാസ് രണ്ടാമനെ പുറത്താക്കിക്കൊണ്ട് അലക്സാണ്ടർ കെരൻസ്കി താൽക്കാലിക ഗവൺമെൻറ് സ്ഥാപിച്ചിട്ടുള്ള ഈ ഒരു സംഗതി അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻ്റ് ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒരു സംശയം ഉണ്ടാവും, അല്ലേ? അതായത് റഷ്യയിൽ ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബോൾഷെവിക്ക് എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടല്ലോ, അവരാണ് എന്തെന്ന്? ഭൂരിപക്ഷം. അതിൻ്റെ നേതാക്കന്മാരാരൊക്കെയാണ്? നമുക്കറിയാം. 1 ലെനിനാണ്, 2 ട്രോട്സ്കിയാണ്. എന്തുകൊണ്ട് ഈ ന്യൂനപക്ഷം ഇവിടെ താൽക്കാലിക ഗവൺമെൻറ് കൊണ്ടുവരുന്നു? എന്തുകൊണ്ട് ബോൾഷെവിക്കുകൾ അധികാരം സ്ഥാപിക്കുന്നില്ല? അതിനും ഒരു കാരണമുണ്ട്. ഈ സമയത്ത് ലെനിൻ എവിടെയില്ല? റഷ്യയിൽ ഇല്ല. ഓക്കെ. ഇനി താൽക്കാലിക ഗവൺമെൻറ് സ്ഥാപിച്ചു എന്നറിഞ്ഞാൽ ലെനിൻ വെറുതെ ഇരിക്കുമോ? ഇല്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നു? നേരെ റഷ്യയിലേക്ക് വരുന്നു, അല്ലേ? ശേഷം എന്ത് പറയുന്നു? വിപ്ലവം അതിൻ്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ, വിപ്ലവം അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ എന്ത് വേണം? മറ്റൊന്നുമല്ല, ആര് ഭരിക്കണം? അധികാരം മുഴുവൻ ആർക്ക് കൈമാറണം? സോവിയറ്റുകൾക്ക് കൈമാറണം. ഓർമ്മയുണ്ടോ എന്താ സോവിയറ്റ് എന്നുള്ളത്? എന്താ സോവിയറ്റ്?
നമ്മൾ നേരത്തെ പറഞ്ഞു ദ്യൂമിയും സോവിയറ്റും പറഞ്ഞു അല്ലേ. എന്താ സോവിയറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ തൊഴിലാളി സംഘങ്ങളാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ലക്ഷ്യം അതിൻ്റെ അല്ലെങ്കിൽ വിപ്ലവം അതിൻ്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ എന്ത് വേണം? അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണം എന്ന് ആര് പറയുന്നു? ലെനിൻ പറയുന്നു. ഓക്കെ അല്ലേ. അങ്ങനെ ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിൻ്റെ നിലപാടിനെ പിന്തുണക്കുകയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തികാവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വം ഇല്ലാതാക്കാൻ തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ബോൾഷെവിക്കുകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ലെനിന് ആൾക്കാരുടെ പിന്തുണ കൂടി വരും അല്ലേ. മാത്രമല്ല അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി, അതായത് ബോൾഷെവിക്കുകൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ചില കാര്യങ്ങൾ റഷ്യയിൽ നടപ്പിലാക്കും എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് മക്കൾ എന്തെന്ന്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും ആര് പിന്മാറും? റഷ്യ പിന്മാറും അല്ലേ. ഇതുകൊണ്ട് റഷ്യയിലെ ജനങ്ങൾക്ക് സൈന്യത്തിന് സന്തോഷമാണെന്ന് ഉണ്ടാവുക അതോ സങ്കടമാണെന്ന് ഉണ്ടാവുക? സന്തോഷമല്ലേ ഉണ്ടാവുക. കാരണം 14 തുടങ്ങിയ യുദ്ധം 17 ആകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടല്ലേ വല്ലാത്ത രീതിയിലുള്ള എന്താണ് ഒരു ദാരിദ്ര്യത്തിലേക്കും തൊഴിലില്ലായ്മയിലേക്കും ഭക്ഷ്യ ദൗർലഭ്യത്തിലേക്കൊക്കെയാണ് ആര് പോകുന്നത്? റഷ്യ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് അത് വലിയ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് അല്ലേ തീർച്ചയായിട്ടും ജനങ്ങൾ അതിനെ പിന്താങ്ങും. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറണം എന്നാര് പറയുന്നു? അല്ലെങ്കിൽ പിന്മാറും എന്നാര് പറയുന്നു? ലെനിൻ പ്രസ്താവിക്കുന്നു. രണ്ടാമതായിട്ട് പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക അല്ലേ. അതേപോലെ എന്താണ് ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റുക. ഇതൊക്കെ ആര് പറയുന്നു? ലെനിൻ പറയുന്നു. ഓക്കെ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അല്ലേ ആരോട് ഇഷ്ടം കൂടിക്കൂടി വരും? ലെനിനോട് ഇഷ്ടം കൂടിക്കൂടി വരും. അങ്ങനെ 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിന് എതിരായിട്ട് സായുധ കലാപം ആരംഭിക്കുന്നു അല്ലേ. ആയുധം ഏന്തിക്കൊണ്ടുള്ള കലാപം ആരംഭിക്കുന്നു. ആർക്കെതിരെ? താൽക്കാലിക ഗവൺമെൻറ്റിന് എതിരെ അല്ലേ. താൽക്കാലിക ഗവൺമെൻറ് ഹെഡ് ആരാണ്? അലക്സാണ്ടർ കെരൻസ്കി. അങ്ങനെ അലക്സാണ്ടർ കെരൻസ്കി രാജ്യം വിട്ടു പോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിൽ ആവുകയും ചെയ്തു. അങ്ങനെ ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ചിട്ടുള്ള ഈ സംഭവമാണ് മക്കളെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഒക്ടോബർ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. റഷ്യൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ വിപ്ലവം എന്നാണത് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി അവിടെ വിട്ടുപോയ, അതായത് നിക്കോളാസ് രണ്ടാമനെ പുറത്താക്കിക്കൊണ്ട് അലക്സാണ്ടർ കെരൻസ്കി അധികാരം പിടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു സംഗതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അലക്സാണ്ടർ കെരൻസ്കിനെ പുറത്താക്കിക്കൊണ്ട് ലെനിൻ ഓക്കെ അല്ലേ ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു സംഗതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഒക്ടോബർ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ 1917 എന്ന് പറയുമ്പോൾ അത് റഷ്യൻ വിപ്ലവമാണ്. അതിന് 2 പാർട്ടുണ്ട്. ഏതൊക്കെയാണ്? അത് ഫെബ്രുവരി വിപ്ലവവും അതേപോലെ തന്നെ ഒക്ടോബർ വിപ്ലവവുമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ. ഇനി അതിൻ്റെ ഫലങ്ങൾ നോക്കിയേ. തുടർന്ന് സോവിയറ്റുകൾ എന്ത് ചെയ്യുന്നു? സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായിട്ട് ഒരു ക്യാബിനറ്റ് രൂപം നൽകുന്നു. ഇനി അദ്ദേഹം മുമ്പേ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഒരു 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ആ ഒരു വാക്കുകൾ പാലിക്കണ്ടേ? യെസ്. അതിൻ്റെ ഭാഗമായിട്ട് റഷ്യ എന്ത് ചെയ്യുന്നു? 1917 ആകുമ്പോഴത്തേക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറുന്നു. നമുക്ക് ആവശ്യമുള്ള സാധനമാണിത്. കാരണം നമ്മൾ എന്താണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ ഒന്നാം ലോക മഹായുദ്ധം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സാധനം ആവശ്യമാണ്. അന്ന് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ അല്ലേ. ആ സമയത്ത് ഓർമ്മ വേണം. ശരിക്കും നോക്കി വെക്ക്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറുന്നു. ഏത് വർഷം മക്കളെ? 1917 ആകുമ്പോഴത്തേക്ക് റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറി. രണ്ടാമത്തേത് ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിതരണം ചെയ്തു. പിന്നെയോ പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. പിന്നെയോ കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. അടുത്തത് സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. പിന്നെയോ അടുത്തത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് റിപ്പബ്ലിക് കൂടി ചേർന്നുകൊണ്ട് സോവിയറ്റ് യൂണിയൻ അല്ല യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് USSR അല്ലേ എന്ത് ചെയ്തു? രൂപീകരിക്കപ്പെട്ടു. അടുത്തത് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ആശയം വ്യാപകമാവാൻ വേണ്ടി തുടങ്ങി? സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമാകാൻ വേണ്ടി തുടങ്ങി. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്ര പോലെയാണ് എന്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യം?
റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഓക്കെ, ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കമൻറ്റിൽ ചോദിക്കാം, ഞാൻ പറയുന്നതായിരിക്കും. ഒന്നുകൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്ലാസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, തിരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തിനായാലും എന്ത് ചെയ്യുക, ഒന്നുകൂടി പറയാണ്, മറ്റൊന്നുമല്ല, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ അല്ലേ? പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് കൂടി ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ടോപ്പിക്ക്, ചൈനീസ് വിപ്ലവം അടുത്തത്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പറയാം.